അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പവർ പ്രേഷണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്, പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നിട്ട് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കുക, പവർ പ്രേഷണം അതായത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും വിതരണ ശൃംഖലയിലൂടെ നമ്മുടെ ഉപയോഗിക്കുന്ന സ്ഥലം വരെ എത്തുക. ആ പറയുന്നതിനെയാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ, പവർ പ്രേഷണം എന്ന് പറയുന്നത്. അതായത് ഈ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണോ അവിടെ നിന്നിട്ടും ഏതെങ്കിലും ഒരു ചാനലിലൂടെ, നമ്മൾ അറിയാം നമുക്ക് ലൈൻ കമ്പികളിലൂടെയാണ് വൈദ്യുതി നമ്മുടെ വീട്ടിലെത്തുന്നത്, അങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലം വരെ എത്തുക. അതിന് വിളിക്കുന്ന പേരാണ് പവർ ട്രാൻസ്മിഷൻ, പവർ പ്രേഷണം. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷനുകളിലാണ്, അതായത് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ പവർ സ്റ്റേഷൻസ് എന്ന് വിളിക്കുക. പവർ സ്റ്റേഷൻസ് വൻതോതിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേരാണ് പവർ സ്റ്റേഷൻസ്. അത് ജലവൈദ്യുത നിലയങ്ങളാവാം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആവാം, താപവൈദ്യുത നിലയങ്ങളാവാം, ഏത് വേണമാവാം. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ ജലവൈദ്യുത നിലയങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്ന് പവർ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം വരെ എത്തുക, അതിന് പവർ ട്രാൻസ്മിഷൻ. ആ കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേരാണ് പവർ സ്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷനുകളിൽ നമ്മുടെ ഇന്ത്യയിലെ പവർ സ്റ്റേഷൻസിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്, വോൾട്ടത എത്രയാണെന്ന് ചോദിക്കാം. 11 kV ആണ് വോൾട്ടേജ്, വോൾട്ടത. ഓക്കെ, വോൾട്ടത ഈ പറയുന്ന ടേം ഓർമ്മിച്ച് വയ്ക്കുക. നമ്മൾ സാധാരണ വോൾട്ടേജ് എന്നാണ് പറയുക, മലയാളത്തിൽ വോൾട്ടത എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാറുണ്ട്, വോൾട്ടത. ഓക്കെ, വോൾട്ടത എത്രയാണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കുക 11 kV. പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത എത്ര, വോൾട്ടേജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 11 kV, 11 കിലോ വോൾട്ട്. വി ആണ്, വോൾട്ട് ആണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ അല്ലാതെയും ചോദിക്കാം. 11 കിലോ എന്നുള്ളത് മാറ്റിയിട്ട് 11,000 വോൾട്ട്. 11 കിലോ വോൾട്ട് എന്ന് പറയുന്നത് തന്നെയാണ് 11,000 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഓപ്ഷൻസും നോക്കി വെച്ചേക്കുക. പവർ സ്റ്റേഷനുകൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പവർ സ്റ്റേഷനുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, 11 kV തന്നെയായിരിക്കും, അല്ലെങ്കിൽ 11 kV, അതായത് 11,000 വോൾട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ വീടുകൾ, ഇത് പവർ സ്റ്റേഷനിലാണ്. അടുത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത ചോദിക്കാം. ഇതും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 230 വോൾട്ട്. ഇവിടെ കിലോ എന്നുമില്ല, 230 വോൾട്ട് ആണ്. ഓക്കെ, 230 വോൾട്ടിലാണ് നമ്മുടെ വീട്ടിൽ എത്തുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്ന്, വോൾട്ടത എത്രയാണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കുക 230 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV ആണ് എങ്കിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത ചോദിച്ചാൽ 230 വോൾട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 11 kVയിൽ നിന്നും 230 വോൾട്ടിലേക്ക്, 11 kV ആയിരുന്നു, അത് 230 വോൾട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കുറയുകയാണ് ചെയ്തത്. കിലോ എന്നുള്ളതൊക്കെ അങ്ങ് പോയി, വെറും 230ലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വോൾട്ടേജിൽ വ്യത്യാസം വരുത്തി. ഇങ്ങനെ വോൾട്ടേജിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന വിതരണ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്, ട്രാൻസ്ഫോമർ. ഓർമ്മിക്കുക, ട്രാൻസ്ഫോമർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഉയർത്തുന്നതിനോ താഴ്ത്തുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, വോൾട്ടേജ് ഉയർത്തുകയും ചെയ്യാം, താഴ്ത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമർ ആണ്. ചിലപ്പോൾ ചോദിക്കും വോൾട്ടേജ് ഉയർത്താൻ ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഉപകരണമാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല എങ്കിൽ വെറുതെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം വോൾട്ടേജിനെ നമുക്ക് ഒന്നുകിൽ ഉയർത്താം, ഇല്ല എങ്കിൽ താഴ്ത്താം. വോൾട്ടേജിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ രണ്ട് തരമുണ്ട്. ഉയർത്തുന്ന ട്രാൻസ്ഫോമർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പേരിൽ തന്നെ എഴുതാൻ പറ്റും, അപ്പ് ഉയർത്തുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. താഴ്ത്തുന്നുവെങ്കിൽ അതിനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഡൗൺ വാക്ക് ഓർമ്മിച്ചാൽ മതി, സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ വോൾട്ടേജ് ഉയർത്താൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണം എന്നെടുത്ത് ചോദിക്കുന്നുവെങ്കിൽ ഓപ്ഷനിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടോ എന്ന് നോക്കണം, എങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എഴുതേണ്ടത്. വോൾട്ടേജ് താഴ്ത്താൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കുന്നുവെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതണം. ഇല്ല എങ്കിൽ ചിലപ്പോൾ കോമൺ ആയിട്ട് ട്രാൻസ്ഫോമർ എന്ന് മാത്രമേ ഓപ്ഷനിൽ ഉണ്ടാകൂ. അപ്പോൾ അതും കൂടെ നോക്കുക, വോൾട്ടേജിനെ ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഇവിടെ അറിയേണ്ട മറ്റു ചില പോയിന്റ്സ്, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.
വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാണ്? കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, മിക്കവാറുമുള്ള എല്ലാ എക്സാംസിനും ചോദിച്ച ക്വസ്റ്റൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം, ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തന തത്വം. ചിലപ്പോൾ എടുത്ത് ചോദിക്കാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏത് എന്നൊക്കെ എടുത്ത് ചോദിക്കാം. ഏത് ട്രാൻസ്ഫോമർ ആയാലും പ്രവർത്തന തത്വം ചോദിക്കുകയാണെങ്കിൽ ഓർമ്മിക്കുക മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തന തത്വം. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നമ്മുടെ വൈദ്യുതകാന്തിക പ്രേരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കട്ടെ. നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന ടോപ്പിക് ആ സെക്ഷൻ വരുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക, നമ്മുടെ വിതരണ ശൃംഖലയിൽ വോൾട്ടേജ് നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമറുകൾ. അത് വോൾട്ടേജ് ഉയർത്തുകയോ അല്ലെങ്കിൽ വോൾട്ടേജ് താഴ്ത്തുകയോ ചെയ്യാം. വോൾട്ടേജ് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും വോൾട്ടേജ് താഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സുമാണ്. ഈ പറയുന്ന രണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിലും വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ, പ്രവർത്തന തത്വം ചോദിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 11 kV ആണ്, ഉപയോഗിക്കുന്നത് 220 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് താഴ്ത്തിയിരിക്കുന്നു എന്നുള്ളത് ഓൾറെഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എന്നാൽ വിതരണ ശൃംഖലയിൽ ഒരു ഘട്ടത്തിൽ മാത്രം നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ ഒരു ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് സ്റ്റേജ് 1, ഒന്നാമത്തെ ഘട്ടം 1 മാത്രം ഏത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് വിതരണ ശൃംഖലയിലെ ഏത് ഘട്ടത്തിലാണ്, ഏത് സ്റ്റേജിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക, ഫസ്റ്റ് സ്റ്റേജിലാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേജസിലും ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഗണത്തിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമറുകളെല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്റ്റേഷൻസിലോട് ചേർന്ന് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ്. അവിടെ മാത്രമേ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേജസിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റേജ് ആണ്, ഏത് ഘട്ടമാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ പവർ സ്റ്റേഷനിൽ മാത്രമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ. നമ്മൾ ഈ കാണുന്ന ട്രാൻസ്ഫോമറുകളെല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. രണ്ട് ട്രാൻസ്ഫോമർ ആയാലും പ്രവർത്തന തത്വത്തിന് മാറ്റമില്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ മറക്കരുത്. ഓക്കെ, അതുപോലെ ഈ പറയുന്നതും ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് AC. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മറ്റൊരു സെക്ഷനിൽ പറഞ്ഞതാണ്, AC ഇവിടെ വോൾട്ടേജിനെ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയൂ? മാറ്റം വരുത്താൻ കഴിയൂ. അതായത് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാൻ പറ്റും. പക്ഷേ ACയുടെ വോൾട്ടേജിനെ മാത്രമേ വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് AC വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഒരിക്കലും DC വോൾട്ടേജിനെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഉയർത്താനോ താഴ്ത്താനോ കഴിയില്ല. അപ്പോൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് എപ്പോഴും AC-യിലായിരിക്കും, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലായിരിക്കും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AC നമ്മൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെത്തുന്ന AC ആണ്, ലൈൻ കമ്പികളിലൂടെ വരുന്നതും AC ആണ്. അവിടെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചത്. അപ്പോൾ AC-യിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന പോയിന്റ് കൂടി ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ AC വോൾട്ടതയാണ് നമ്മൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ പറയുന്ന വോൾട്ടേജ് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പവറിൽ ഒരിക്കലും മാറ്റം വരില്ല, പവർ വ്യത്യാസം വരില്ല, പവർ വ്യത്യാസമില്ല. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റാണ്. പവർ വ്യത്യാസമില്ലാതെയാണ് വോൾട്ടേജിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന പവർ എത്രയുണ്ടോ അത് തന്നെ ഔട്ട്പുട്ടിലും കിട്ടും. ഓക്കെ, 11 kV എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നു, അത് എത്തുമ്പോൾ 220 ആവുന്നു. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, ഇവിടെ കൊടുക്കുന്ന പവർ എത്രയുണ്ടോ അത് തന്നെ ഇവിടെയും കിട്ടും. വോൾട്ടേജ് മാത്രം എന്ത് ചെയ്യുന്നു? കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ ഒരിക്കലും AC-യുടെ പവറിൽ വ്യത്യാസം വരത്തില്ല, വോൾട്ടേജിൽ മാത്രമേ വ്യത്യാസം വരുത്തുകയുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ കേസ് ഓർമ്മിക്കുക. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് തരം ട്രാൻസ്ഫോമറുകളാണ് ഉള്ളത്. വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജ് താഴ്ത്താൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. വോൾട്ടേജ് ഉയർത്തിയാലും താഴ്ത്തിയാലും ആലോചിക്കുക, AC ആണ് ചെയ്യുന്നത്. AC-യുടെ പവറിൽ ഒരിക്കലും ഇത് വ്യത്യാസം വരുത്തില്ല.
ഓക്കെ, ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഓർമ്മിച്ച് വെക്കുക. ഇതിന്റെ ടൈപ്സ് എന്താണ്, ഈ പറയുന്ന തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക, ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ്സ്, നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടത എത്രയാണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കുക 11 kV ആണ്, 11 കിലോ വോൾട്ട് അല്ലെങ്കിൽ 11,000 വോൾട്ട്. എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വോൾട്ടത എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അതായത് അവിടെ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അവിടെ കുറയ്ക്കാൻ ഉപയോഗിച്ചത് ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ ഉൽപ്പാദിപ്പിച്ച 11 kV ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന 230 വോൾട്ടിന്റെ ആയാലും ഈ വൈദ്യുതിയുടെയൊക്കെ ആവർത്തി എത്രയാണ് എന്ന് PSC ചോദിക്കും. ആവർത്തി ഓർമ്മിക്കുക 50 ഹെർട്സ്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവർത്തി അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവർത്തി എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓർമ്മിക്കുക 50 ഹെർട്സ്. PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫയർമാനൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചു നിർത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയുമായി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് AC-യുടെ ആവർത്തി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്ന പല രീതിയിൽ ചോദിക്കാം ആ ചോദ്യം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവർത്തി എത്ര, അല്ലെങ്കിൽ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവർത്തി എത്ര, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവർത്തി എത്ര, ഏതായാലും ആവർത്തിയിൽ മാറ്റമൊന്നുമില്ല. ആവർത്തി 50 ഹെർട്സ് ആയിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഗൃഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഓപ്ഷൻ തരുമ്പോഴത്തേക്ക് അവർ ആവർത്തി കൂടി ചേർത്ത് ഓപ്ഷൻ തരും. 230 വോൾട്ട്, 50 ഹെർട്സ് ഇങ്ങനെയായിരിക്കും തരിക. ചിലപ്പോൾ ഓപ്ഷനിൽ മാറ്റിയിട്ട് അടുത്ത ഓപ്ഷൻ 230 വോൾട്ട്, 100 ഹെർട്സ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും തരിക. അപ്പോൾ ഉത്തരം ശരിയായിട്ടുള്ളത് 230 വോൾട്ട്, 50 ഹെർട്സ് ആണ് നമ്മുടെ വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തി ഒരിക്കലും മാറില്ല. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ കേസ് ചോദിക്കാം. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഓപ്ഷൻ 11 kV, 50 ഹെർട്സ്. ഇതാണ് ഉത്തരം. ഈ പറയുന്ന 50 എന്നുള്ളത് മാറി 100 200 ആയി കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 11 kV ആണ്, 11,000 വോൾട്ട്. എന്നാൽ വീടുകളിൽ നമുക്ക് ആവശ്യങ്ങൾക്ക്, ഗൃഹ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 230 വോൾട്ട് ആണ്. ഈ പറയുന്ന രണ്ടിന്റെ ആയാലും ആവർത്തി ചോദിക്കും 50 ഹെർട്സ് ആണ്. ഓക്കെ, ഈ പറയുന്ന വോൾട്ടേജിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൽ വോൾട്ടേജ് ഉയർത്തുന്നതിനോ താഴ്ത്തുന്നതിനോ വേണ്ടി വിതരണ ശൃംഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറുകൾ ഏത് തരമായാലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ എപ്പോഴും AC-യിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് വർക്ക് ചെയ്യുക. ഇതിൽ പവറിൽ ഒരിക്കലും ട്രാൻസ്ഫോമർ വ്യത്യാസം വരുത്തില്ല. AC-യുടെ പവറിൽ ഒരിക്കലും ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസം വരുന്നില്ല. വോൾട്ടേജ് ഉയർത്തുകയോ അല്ലെങ്കിൽ താഴ്ത്തുകയോ ചെയ്യുകയാണ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറുകളെ കുറിച്ച്, നമ്മുടെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ബേസിക് ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കുന്നു, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കും.